ഡിസംബർ 2 കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ ബിബിയാനയുടെ തിരുനാളിൽ ആഗോളസഭ. ജൂലിയൻ ചക്രവർത്തി ഭരണകാലത്ത് അപ്രോണിയാനൂസിനെ റോമായിലെ ഗവർണറായി അദ്ദേഹം നിയമിച്ചു. ഉദ്യോഗം ഏറ്റെടുക്കാൻ അപ്രോണിയോനുസ് റോമായിലേക്ക് പോകും വഴി ഒരു കണ്ണ് നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. അത് ചപ്പടി വിദ്യക്കാരുടെ മന്ത്രവാദം വഴിയാണെന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ അത്തരം മന്ത്രവാദികളാണെന്നും ആരോപിച്ച് അദ്ദേഹം ക്രൈസ്തവരെ മർദ്ദിക്കാൻ ആരംഭിച്ചു. ഈ കാലത്ത് രക്തസാക്ഷിത്വം വഹിച്ച ഒരു കന്യകയാണ് ബിബിയാന. ഫ്ലാവിയൻ എന്ന റോമൻ യോദ്ധാവിന്റെ മകളായിരുന്നു ബിബിയാന. അമ്മയുടെ പേര് ഡഫോസ എന്നായിരുന്നു. ഇവർ ഭക്തരായ ക്രിസ്ത്യാനികളായിരുന്നതുകൊണ്ട് ഗവർണർ ഇവരെ കൊന്നുകളഞ്ഞു. അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തു. തന്നിമിത്തം ബിബിയാനയും അനുജത്തി ദെമെത്രിയായും ദാരിദ്ര്യത്തിൽ ജീവിച്ചു. അങ്ങനെ 5 മാസം ഉപവാസവും പ്രാർത്ഥനയുമായി കഴിഞ്ഞു. അവർ ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരെ ഗവർണറുടെ അടുക്കിലേക്ക് ആനയിച്ചു. ദെമെത്രിയ തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ ശേഷം അവിടെ തന്നെ വീണു മരിച്ചു. അപ്രോണിയോനുസ് ബിബിയാനയെ മാനസാന്തരപ്പെടുത്താനായി ദുഷ്ടയായ റുഫീന എന്ന സ്ത്രീയെ നിയോഗിച്ചു. നാരകീയ വശീകരണങ്ങൾ അവൾ പ്രയോഗിക്കുകയും അവളെ തല്ലി നോക്കുകയും ചെയ്തു. എന്നിട്ടും അവളിൽ മാറ്റമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അവളെ ഒരു തൂണിൽ കെട്ടി അടിച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. സന്തോഷത്തോടെ ബിബിയാന ഈ ശിക്ഷ സ്വീകരിച്ചു. കഷ്ടതകളുടെ ഇടയിൽ വിശ്വസ്തയും ക്ഷമയും പ്രദർശിപ്പിച്ച ബിബിയാനെ പോലെ കൃത്യനിർവഹണത്തിൽ നമുക്കും വിശ്വസ്തരായിരിക്കാം. കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ ബിബിയാന ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ.